യുദ്ധമാണ് വിഷയം. കഴിഞ്ഞ ദിവസം ഇറാനും അമേരിക്കയും തമ്മിലുള്ള MOUവിൻ്റെ കാലാവധി പൂർത്തിയായിരുന്നു. പക്ഷേ പുതിയ സമാധാന കരാറിലേക്കോ ധാരണയിലേക്കൊന്നും പോകാൻ രണ്ട് രാജ്യങ്ങളും തീരുമാനിച്ചിട്ടില്ല. ഇസ്രായേൽ അതിൻ്റെ ആ വഴിക്ക് വന്നിട്ടില്ല. മറുഭാഗത്ത് ഇപ്പോൾ ഗൾഫിൽ വീണ്ടും യുദ്ധഭീഷണി ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ UAE-യിലൊക്കെ മിസൈൽ പതിക്കുന്നു. അതിനിടെ ഒമാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഒമാനെ നേരിടും എന്നുള്ള കൃത്യമായ സന്ദേശം അദ്ദേഹം നൽകുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ, ഇപ്പം യുദ്ധത്തിൻ്റെ ഭാവി എന്താണെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ചോദിക്കുന്നു, സംസാരിക്കുന്നു, പക്ഷേ എവിടെയും എത്തുന്നില്ല കാര്യങ്ങൾ. അല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ആ MOU ലാപ്സായി പോയല്ലോ. അതിന് ശേഷമുള്ളൊരു സാഹചര്യത്തിൽ പുതിയൊരു ഏതെങ്കിലും തരത്തിലുള്ളൊരു നീക്കം നടക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ബലം പിടുത്തമാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതെങ്കിലും അതിൽ കാണേണ്ട ഒരു വളരെ ഹ്യൂമറസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ഇനിയും കഴിഞ്ഞ ഈ MOU ഉണ്ടാക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ശക്തികളെയാണ് ഇപ്പോൾ മധ്യസ്ഥരെയാണ് ഞങ്ങൾ നിങ്ങളെ ബ്ലോ അപ്പ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് ഒരു കമൻറ്റ് അമേരിക്ക തന്നെ ഇടുന്നത്. അത് ഒമാനെതിരെ ഒമാനെയും അതുപോലെ മറ്റൊരു വഴിക്ക് ഖത്തറുമായിട്ട് ഇറാനുണ്ടായിട്ടുള്ള തർക്കങ്ങൾ അത് ഞാൻ പറയാം. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബേസിക്കലി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ ആ വഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവർ തീർത്തും പെട്ടിരിക്കുക. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം വരെ അത് തുറക്കുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിമാൻഡ്. ആണെങ്കിൽ ഇപ്പോൾ തുറക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ അത് തുറക്കാൻ പാടില്ല എന്ന ഡിമാൻഡിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് തുറന്നാൽ അതിനകത്ത് വരാൻ പോകുന്ന അഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഒമാൻ ആൻഡ് ഇറാൻ വൺ സൈഡ് ഒരു പോയിന്റ്. രണ്ടാമത് വെച്ചാൽ അവിടുത്തെ നിയന്ത്രണം ഇറാൻ്റെ കയ്യിലും ഒമാൻ്റെ കയ്യിലും ആയിത്തീരുന്നു എന്നുള്ളതാണ്. ഒരു അന്താരാഷ്ട്ര വഴിയായിരുന്ന ഒരു കടൽ വഴിയായിരുന്ന ഒരു സ്ഥലത്ത് ഇവർക്ക് ആ അധികാരം കൈവരികയാണ്. ഇത് നേരത്തെ തന്നെ ആ MOUവിലും കൂടി പറഞ്ഞിരുന്നുവെങ്കിലും അത് തന്നെയാണ് അവിടുത്തെ പ്രശ്നമായി ബാക്കി നിന്നിരുന്നത്. അറിയാം, ഈ നാവിക ഉപരോധം ഏർപ്പെടുത്തുക, അവിടെ ടെൻഷൻ ഉണ്ടാക്കുക, അതിലൂടെ തന്നെയാണ് ആ കരാർ തന്നെ പൊളിഞ്ഞു പോയത്. MOU തന്നെ ഇല്ലാതായിരിക്കുന്നത് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ അത് വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നത് തടയുക എന്നുള്ളതാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. അത് തുറക്കാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ കാര്യം. അത് അവർക്ക് അധികകാലം അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് ഒരു വസ്തുത. പക്ഷേ ഇപ്പോൾ അവർക്ക് അത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ കയ്യിൽ നിന്ന് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇറാനും ഒമാനും തമ്മിൽ അക്കാര്യത്തിൽ ഒരു യോജിപ്പിലേക്ക് എത്തുന്നു. അതവർ ഒരുപക്ഷെ പ്രാവർത്തികമാക്കിയേക്കാം എന്ന നിലയിലുള്ള റിപ്പോർട്ടുകൾ വന്നപ്പോഴാണല്ലോ ഈ വലിയ തോതിലുള്ള ഒരു ഭീഷണി ട്രംപ് മുഴക്കിയത്. അതൊന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒമാനെ സംബന്ധിച്ചോളം ഒരു 200 വർഷമെങ്കിലും ആയി അമേരിക്കയുടെ ഒരു അലി ആയിട്ടുള്ള, അവരുടെ ഒരു സഖ്യകക്ഷി മാത്രമായിട്ടുള്ള ഒമാനെതിരെ അവർ ഈ പൊടുന്നനെ അതിനെ ബ്ലോപ്പ് ചെയ്യും എന്നുള്ള നിലയിലുള്ള ഒരു കമൻറ്റ് ചെയ്യണമെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ട്രംപ് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഫ്രസ്ട്രേഷനാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം വഴികൾ ഓരോന്നുമായി അടയുകയോ മാറിക്കൊണ്ടിരിക്കുകയോ ചെയ്യുകയാണ്. ഒമാനെങ്ങാനും ഈ അഗ്രിമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ ഇത് തീർന്നു, അവരുടെ സ്റ്റേക്ക് എല്ലാം തീർന്നു എന്നുള്ളത് അറിയാം. അതുകൊണ്ടാണ് ഇമ്മീഡിയറ്റ്ലി ആ ഒരു ഭീഷണി വന്നത്. മറുവശത്ത് നോക്കൂ, ഇറാനും ഖത്തറും തമ്മിലുണ്ടായിട്ടുള്ള വിഷയം ഇപ്പോഴും അവരുടെ നാവികരെ, അവരുടെ പൈലറ്റുമാരെ പിടിച്ചു വച്ചിരിക്കുകയാണ് എന്നുള്ള ആരോപണം ഇപ്പോഴും ഇറാനുണ്ട്. അത് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത് ഖത്തറാവട്ടെ പൂർണ്ണമായിട്ടും നിഷേധിക്കുകയുമാണ്. അപ്പോൾ ഖത്തറും ഒമാനും അവർ കൂടാതെ പാകിസ്ഥാനും കൂടിയാണ് ആ ചർച്ചയിലൊക്കെ പങ്കാളികളായതും ഒരു മധ്യസ്ഥ പദവി വഹിക്കുകയൊക്കെ ചെയ്ത രാജ്യങ്ങൾ. ഇവർ തന്നെ ഉൾപ്പെടുന്ന തരത്തിലേക്ക് ഈ ടെൻഷൻ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനിയൊരു എന്താ പറയുക, ഒരു പൂർണ്ണമായ പരിഹാരം എന്നൊക്കെ ആലോചിക്കുന്നതിൽ തന്നെ ഒരുപാട് പ്രായോഗിക തടസ്സങ്ങളുണ്ട്. എങ്ങനെയാണ് ഇനിയൊരു ചർച്ചയിലേക്ക് നീങ്ങുക? അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മാത്രം നോക്കി ഇനിയൊരു കാര്യത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് ഇമ്പോസിബിളാണ്. കാരണം ആ നിലയ്ക്ക് ഇനി പറയുന്ന ഒമാനായാലും ഖത്തറായാലും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങൾക്കായാലും ഇനി ഒരിക്കലും അങ്ങനെ ആ ഒരു നിലപാടിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ഇതിനൊരു പോംവഴി, അല്ലെങ്കിൽ ഇനി ഇത് പരിഹരിക്കുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിന് തൽക്കാല ഉത്തരവൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹോർമൂസ് അടക്കം 3 കടലിടുക്ക് അല്ലെങ്കിൽ ഈ പാതകൾ ഈ നാവിക പാതകളും അങ്ങ് അടഞ്ഞിരിക്കുകയാണ്. ഒരു പക്ഷേ ഒരു വെസൽ പോയിട്ട് തന്നെ എത്ര കാലമായി എന്നുള്ളത് ചിന്തിക്കേണ്ടി വരും. അത്രയ്ക്ക്
സ്തംഭനമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധം മൂലമുണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടങ്ങളെക്കാളും അതിനേക്കാൾ ഉപരിയായ സാമ്പത്തിക ആഘാതം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ ഈ സ്റ്റാൻഡ് സ്റ്റിലിലൂടെ അവിടെ ഉണ്ട് എന്നതാണ് നമ്മൾ കാണേണ്ടത്. ഇനി പുതിയൊരു ലോകക്രമം രൂപപ്പെടുന്നു എന്നുള്ള ചർച്ച എല്ലായിടത്തും ഉണ്ട്. പക്ഷേ അമേരിക്ക ഇക്കാര്യത്തിൽ ബോധവാന്മാരാണോ? അവർക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നവർ ചിന്തിക്കുമ്പോൾ അവരുടെ ഭാഗം എങ്ങനെ അവർക്ക് സംരക്ഷിക്കാൻ സാധിക്കും? ഈ ചെസ്സിൻ്റെ അടുത്ത നീക്കം എന്താണെന്ന് മറ്റൊരാൾക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്താണ് ചെസ്സ് കളിയുടെ ഹരം വരുന്നത്. ചിലപ്പം ദിവസങ്ങളോളം കളി നീണ്ടുപോകുന്നു, എപ്പോൾ കളിച്ചാലും ഡ്രോ ആകുന്നു. ഇങ്ങനെയൊക്കെയുള്ളതാണ് വലിയ മാസ്റ്റേഴ്സിൻ്റെ കളി പറയാം. ഏതാണ്ട് അതേ അവസ്ഥയിലേക്ക് ഇറാൻ അമേരിക്ക വാർ എത്തിക്കഴിഞ്ഞു. ഒരു കാരണവശാലും 2 അടി മുമ്പോട്ട് വയ്ക്കും, ഒരു 3 അടി പുറകോട്ട് പോകും. പിന്നെ റാപ്പിഡ് ചെസ്സിനുള്ള സാധ്യതയില്ല. അല്ല, ഒന്നുമല്ല. ഇത് ഇപ്പം ഗെയിം വളരെ സ്ലോ ആണ്. അതിനകത്ത് പക്ഷേ ഓരോ നീക്കവും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഹോർമൂസ് സ്ട്രെയ്റ്റിൻ്റെ 2 വശത്ത്, ഒരു വശത്ത് ഇറാനുണ്ട്, മറുവശത്ത് ഒമാനാണുള്ളത്. ഇവർ തമ്മിലൊരു ധാരണ ഏതാണ്ട് എത്തുന്നു, എങ്ങനെ കപ്പലുകൾ പോകണം. അതായത് കുറേ സ്ഥലത്ത് ഇറാൻ മൈനുകൾ നിരത്തിയിട്ടുണ്ട്, അവിടെ പോയാൽ കപ്പലുകൾ തകർന്നു പോകും, അത് മാറ്റി കൊടുക്കാം. പക്ഷേ ഒമാൻ വഴി പോവുകയാണെങ്കിൽ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് ഇറാൻ പറയുന്നത്. അങ്ങനെ ഒമാൻ തീരത്തൂടെ പോകുന്ന കപ്പലുകളെയും ഇറാൻ ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു ഒരു മാസം മുമ്പ്. അതൊക്കെ മാറിയിട്ട് നമുക്കൊരു ധാരണയിലെത്താം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഇടാം, ഷെയർ വാങ്ങിക്കാം, ഈ കപ്പലുകളുടെ എക്സിറ്റിനുള്ള ചുങ്കം അതടക്കമുള്ള ധാരണയിലേക്കാണ് അവരെത്തിയത്. ആ ധാരണ അനൗൺസ് ചെയ്ത് മണിക്കൂറുകൾക്കകം ഒമാനെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറഞ്ഞു. സ്വാഭാവികം, കാരണം അങ്ങനെ ഒരു കരാറോട് ആയിക്കഴിഞ്ഞാൽ പിന്നെ 6 ഗൾഫ് രാജ്യങ്ങൾ സമ്മതിച്ചാൽ മതി. ഒമാനും ഇറാനും തമ്മിലുള്ള ഒരു ധാരണയെ 6 ഗൾഫ് രാജ്യങ്ങൾ അംഗീകരിച്ചാൽ യുദ്ധം അവസാനിച്ചു. അമേരിക്ക പ്രത്യേകിച്ച് പിന്നെ യാതൊരു സ്റ്റേക്കും ഇല്ല. അവിടം വരെയാണ് സിറ്റുവേഷൻ എത്തുന്നത്. അപ്പോഴാണ് അമേരിക്ക വളരെ ബുദ്ധിപരമായി ഇത് വളരെ മുന്നേ കണ്ടുകൊണ്ടാണ് ഒപ്പെക്കിൽ നിന്ന് UAE പിന്മാറുന്നു, അവർ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. വലിയ കുഴപ്പമില്ലാതെ ഇറാനോട് അനുഭാവപൂർവ്വം എന്ന പല രാജ്യങ്ങളുമായിട്ടും ഇപ്പോൾ ഇറാൻ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. സൗദി അറേബ്യയാണ് അവരുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖംനയി മരിച്ച സമയത്ത്, അതിൻ്റെ ശവ അടക്ക സമയത്ത് അവരുടെ പ്രധാനപ്പെട്ട പ്രതിനിധികൾ എല്ലാവരും വന്നു സൗദി അറേബ്യയുടെ. ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് യമനിലെ ഹൂത്തി പ്രതിനിധികൾ പോയ പ്ലെയിൻ ലാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ അവരുടെ യമനിലെ ഒരു വിമാനത്താവളം ബോംബ് ചെയ്ത്. മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് മാത്രമല്ല, റെഡ് സീയിലെ ബാബ് അൽ മന്ദേബ് എന്ന് പറയുന്ന സ്ട്രെയ്റ്റും പ്രശ്നത്തിലാണ്. സൗദി അറേബ്യയായിട്ട് പ്രശ്നമായി ഹൂത്തി എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ സ്വന്തം മിലീഷ്യയാണ്. ഇത് രണ്ടും സംഭവിച്ച് നിൽക്കെ ഇന്ന് നടന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്താണ്? UAEക്കെതിരെ, എമിറേറ്റ്സിനെതിരെ ഇറാൻ ആക്രമിക്കുന്നു. അത് UAEയുടെ ഇതിലേക്കല്ല പോയത്, UAEയുടെ കരയിലേക്കല്ല പോയത്, കടലിലേക്കാണ് പോയത്. അതിന് കാരണം ഫുജേറ പോർട്ട് എന്ന് പറയുന്നത് ഈ ഹോർമൂസ് സ്ട്രെയ്റ്റിൻ്റെ ഇപ്പുറത്താണ്. ഹോർമൂസ് സ്ട്രെയ്റ്റ് ഇറാൻ ഒരു വശത്തും ഒമാൻ മറുവശത്തും നിൽക്കുന്നെങ്കിൽ ഇങ്ങ് താഴെ UAE ഉണ്ട്. UAEയുടെ ഫുജേറ പോർട്ടുണ്ട്. ഈ ഫുജേറ പോർട്ട് സത്യത്തിൽ ഈ കടലിടുക്കിൽ വരില്ല, അവർക്ക് വേണമെങ്കിൽ ഇപ്പുറത്തൂടെ ഈ കച്ചവടം നടത്തിക്കൊണ്ട് പോകാം. അപ്പോൾ അത് തടയുകയാണ് ഇറാൻ്റെ പരിപാടി. ഇറാൻ അപ്പോൾ സൗദി UAE തിരിച്ച് ചെയ്തത് എന്താ? ഇനി ഒരു തരത്തിലുമുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടും നിങ്ങളുമായി ഞങ്ങൾക്കില്ല എന്ന് പറയുകയാണ് ചെയ്തത്. അത് പ്രത്യക്ഷത്തിൽ നമുക്കൊന്നും തോന്നില്ല, പക്ഷേ പരോക്ഷമായി ഉദ്ദേശം ദുബായിയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ മുഴുവൻ, ഇറാൻ അടക്കം എല്ലാവരുടെയും കച്ചവടത്തിൻ്റെയും മറ്റും കേന്ദ്രമായ ദുബായിൽ നിന്ന് ഇറാനെ പുറത്താക്കാമെന്ന് പറഞ്ഞാൽ, അമേരിക്കൻ ഉപരോധമൊക്കെ ഉള്ളപ്പോഴും ഇറാൻ പിടിച്ചു നിൽക്കുന്നത് ദുബായിലെ അവരുടെ ഷെയ്ഡി കമ്പനികളും ഷെൽ കമ്പനികളും മറ്റ് ഏർപ്പാടുകളും വഴിയുള്ള ബിസിനസ് വഴിയാണ്. അത് പൂർണ്ണമായും കട്ട് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് UAE പ്രഖ്യാപിച്ച് 1 മണിക്കൂറിനകം ഞങ്ങളുടെ ബാലിസ്റ്റിക് മിസൈൽ അല്ല കടലിൽ വീണത്, ഞങ്ങളല്ല UAE ആക്രമിച്ചതെന്ന് ഇറാനും പറഞ്ഞു കഴിഞ്ഞു. ഭയമുണ്ട്. എന്നുവെച്ചാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ കളി അവസാനിക്കുന്നില്ല. ചിലപ്പോൾ തോന്നും അമേരിക്കയ്ക്ക് എന്തോ പ്രാന്താണ്, ഡൊണാൾഡ് ട്രംപ് മുഴുവൻ കയ്യിലെ എല്ലാ ചീട്ടുകളും കളഞ്ഞിട്ട് ഒന്നുമില്ലാതെ നിൽക്കുകയാണെന്ന് തോന്നും. അടുത്ത നിമിഷം തോന്നും ഇറാനാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്, ഇറാൻ സൗദി അറേബ്യയെ വെറുപ്പിക്കുന്നു, കൂടെ ഉണ്ടായിരുന്ന രാജ്യങ്ങളെ വെറുപ്പിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒമാൻ്റെ തീരത്തൂടെ പോയ കപ്പലുകളെ ആക്രമിച്ച ഇറാൻ ഇപ്പോൾ പെട്ടെന്ന് ഒരു ധാരണയിലെത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതിങ്ങനെ ഓരോ നിമിഷവും ഓരോ ദിവസവും ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതിനിടയ്ക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അമേരിക്ക വീണ്ടും ഇറാനെ ആക്രമിക്കും എന്ന് പറഞ്ഞ ആ യുദ്ധം ഒരൊറ്റ ആഴ്ച കൊണ്ട് നിർത്തേണ്ടി വന്നു. കാരണം ഗൾഫ് രാജ്യങ്ങളിലെ മുഴുവൻ കേന്ദ്രങ്ങളിലും ഇറാൻ മിസൈലുകളും ഇറാൻ്റെ ഡ്രോണുകളും ചെന്നെത്തുകയും അവർ തന്നെ അമേരിക്കയോട് പറഞ്ഞ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ആർക്കും വലിയ രക്ഷയൊന്നുമില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യം. അതിനിടയ്ക്ക് എണ്ണവില കൂടുന്നില്ല, അങ്ങനെ കാര്യമായി കൂടുന്നില്ല. $90 താഴെയാണ്
വീപ്പയ്ക്ക എന്നുള്ളതാണ് ഒരു ആശ്വാസം. പക്ഷേ ഇന്നിപ്പോൾ കഥ മാറുകയാണ്. ഇന്നലെ നമ്മളിത് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ദാ വീണ്ടും കൂടി തുടങ്ങിയിരിക്കുന്നു. എന്ത് യുദ്ധം, എന്ത് പ്രശ്നം അവിടെ ഉണ്ടായില്ല. കാരണം 2 സ്ട്രൈറ്റാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ആയിരുന്നെങ്കിൽ ഹൂത്തി വിമതരുടെ മിലിഷ്യയുടെ യുദ്ധം കാരണം ബാബ് അൽമേദ് റെഡ് സീ വഴിയുള്ള ചരക്ക് ഗതാഗതവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലോകം അടുത്ത പ്രതിസന്ധിയിലേക്ക് കടക്കാൻ പോവുകയാണോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത് വലിയ സാമ്പത്തിക മാന്ദ്യം വരുന്നു, എണ്ണയുടെ ആവശ്യം ഇത്രയും ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ എണ്ണ വില കൂടുന്നില്ല, എണ്ണയ്ക്കുള്ള ഡിമാൻഡ് കുറഞ്ഞു എന്നാണെങ്കിൽ ഇന്ന് നമ്മൾ വായിക്കുന്ന വാർത്ത എണ്ണ വില വീണ്ടും കൂടാൻ പോകുന്നു എന്നുള്ളതാണ്. നമ്മളടക്കമുള്ള രാജ്യങ്ങൾ വല്ലാതെ ഭയപ്പെടേണ്ട ഒരവസ്ഥ. ഈ ചെസ്സ് കുറേ കാലം കൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ഇറാൻ എന്നെങ്കിലും വീഴും എന്ന പ്രതീക്ഷയിൽ സാഹിബ് കാത്തു നിൽക്കുകയാണ്. അത് പക്ഷേ ഇതുവരെയുള്ള ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കിയാൽ ഇറാൻ വീഴില്ല, ഇറാനെ വീഴ്ത്താൻ ആവില്ല എന്നുള്ളതാണ് സത്യം. യെസ്, യുദ്ധം എന്ന് അവസാനിക്കുമെന്നറിയില്ല.